ചാലിയാർ പുഴയെ 3 ട്രാക്കുകളായി വിഭജിച്ചിരിക്കുകയാണ്. പവനിയോട് ചേർന്നുള്ള ട്രാക്കാണ് ഒന്നാമത്തെ ട്രാക്ക്, മധ്യഭാഗത്തുള്ള ട്രാക്കാണ് രണ്ടാമത്തെ ട്രാക്ക്, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ട്രാക്ക്. അങ്ങനെ 3 ട്രാക്കുകളിലായി ഒന്നാം ഫിക്സ് മത്സരിക്കുന്നത്. ഒന്നാം ട്രാക്കിൽ വയക്കര മയച്ചയാണ്, രണ്ടാം ട്രാക്കിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തിയാണ്, മൂന്നാം ട്രാക്കിൽ EMS മുഴക്കിയിലാണ്. വയക്കര മയിച്ച ഒന്നാം ട്രാക്കിൽ ക്യാപ്റ്റൻ മഹേഷ് മാമിനിയാണ്, അതിന്റെ മാനേജർ അനൂപ്കുമാറാണ്, അമരത്ത് മനോജമാണ്, അണിയത്ത് സുമനേഷാണ്. രണ്ടാം ട്രാക്കിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ക്യാപ്റ്റൻ വിജേഷ് KP ആണ്, അതിന്റെ മാനേജർ ദീപേഷ് ആണ്. അമരത്ത് വിജേഷ് KP ആണ്, അണിയത്ത് സജിരാജാണ്. മൂന്നാം ട്രാക്കിൽ EMS മുഴക്കിയിലാണ്, അതിന്റെ ക്യാപ്റ്റൻ സുനിൽ കുമാറാണ്, അതിന്റെ മാനേജർ M തമ്പാനാണ്. അമരത്ത് മഞ്ചാടിയാണ്, അണിയത്ത് സുബിനാണ്. കണ്ടോ ഫറൂഖ്, പഴയ പാലം ജനനിബിഡമായിരിക്കുന്നു. മഞ്ഞ ബലൂണുകൾ പിടിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ മഞ്ഞ പതാകയെത്തിക്കൊണ്ട് വർഷം പഴക്കമുള്ളതുണ്ടോ? 142 വർഷം പഴക്കമുള്ള ഫറൂഖ് പുതിയ പഴയ പാലം. ആ പഴയ പാലത്തിൽ സമീപത്തോടെ ഒരു ട്രെയിൻ കടന്നു പോകുന്ന അതിമനോഹരമായ കാഴ്ച. ബസ്സുകൾ കടന്നു പോകുന്നു, സുന്ദരമായ കാഴ്ച. 2 പാലങ്ങൾക്കിടയിലുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്തുള്ള ദൂരം പിന്നിടാൻ. കണ്ടോ, ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഈ നെട്ടായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കരയിൽ നിന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും കാണാൻ കഴിയും. ആ പാലത്തിൽ നിന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും കാണാൻ കഴിയും. ആകാശത്തേക്ക് പറത്താതെ നിൽക്കുന്നു. അന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറെടുപ്പുകൾ ഗംഭീരമായി നടക്കുന്നു. ഒന്നാം ട്രാക്കിൽ വയക്കര മയിച്ചയും, രണ്ടാം ട്രാക്കിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തിയും, മൂന്നാം ട്രാക്കിൽ EMS മുഴക്കിയും തയ്യാറാകുന്ന ദൃശ്യം. വീണ്ടും ട്രെയിൻ മാറുന്ന ദൃശ്യം. എന്ത് മനോഹരമായ കാഴ്ച. ശേഷം ഹലോ നമസ്കാരം കോഴിക്കോട്. ലോകമെമ്പാടുമുള്ള എല്ലാ ആരാധകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ചാലിയാർ പുഴയുടെ തീരത്തേക്ക്. മലയാള തത്സമയ വിവരണത്തിൽ it's me, Achu Melpadam, and along with me, D. Saji Haripal and Jolly Yedire. So champions Boat League, Bepor Kozhikode ചരിത്രമത തുളുമ്പുകയാണ്. മാനാഞ്ചിറ സ്ക്വയറും കോഴിക്കോട് ബീച്ചും ബേപ്പൂർ തുറമുഖവും കാപ്പാട് ബീച്ചുമത കോരിത്തരിക്കുകയാണ്. കോഴിക്കോടിന്റെ തീരങ്ങളിൽ നിന്ന് വള്ളംകളിയുടെ ഗസൽ സംഗീതമത മൂഴുകയാണ്. 1883 നിർമ്മിതമായ പഴയ പാലവും അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവരുന്ന പുതിയ പാലവും അതിലുള്ള ഈ സുന്ദരമായ ഈ സൈഡിട്ടാ മാനേജർ അനൂപ്കുമാറും അമരത്ത് മനോജും അനിയത്ത് സുമനേഷുമാണ് കിടക്കുന്ന വയൽക്കരമയിച്ച കിടക്കുന്നു. അഴീക്കോടൻ അച്ചാന്തുരുത്തി, ക്യാപ്റ്റൻ വിജേഷ്, മാനേജർ വിജേഷ്, അമരത്ത് വിജേഷും അണിയത്ത് സജിയും നയിക്കുന്ന അഴീക്കോടൻ അച്ചാന്തുരുത്തി. EMS മുഴക്കി ക്യാപ്റ്റൻ സുനിൽ കുമാർ, മാനേജർ M തമ്പാൻ, അമരത്ത് മഞ്ചാടിയും അണിയത്ത് സുബിനമത കാത്തിരിക്കുകയാണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടറുടെ വിസിലിനായി ആ വിസിലെന്ന് തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് ഈ ചാമ്പ്യന്മാരുടെ ഈ അന്തരീക്ഷമാകെ ഇന്ന് വള്ളംകളിയുടെ സംഗീതത്താൽ മൂളുകയാണ്. വെള്ളി മേഘങ്ങളത ഈ ചാലിയാർ പുഴയുടെ മുകളിൽ കൂടുകൂട്ടുകയാണ്. പക്ഷികളടക്കം ഇന്ന് ഈ ചാലിയാർ പുഴയുടെ ആകാശമുകളിൽ നിന്നുകൊണ്ട് ഉറ്റുനോക്കുകയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്നത് ഈ ഫറൂഖായി ചാലിയാർ പുഴയായി
മാറ്റപ്പെടുകയാണ്. There is a heaven in the world now. That is Chaliyar now എന്ന് പറയേണ്ടി വരും. സ്വാതന്ത്ര്യത്തിൽ ഒരു സുന്ദരമായ നിമിഷങ്ങൾക്കായി ചാമ്പ്യൻസ് ട്രോഫി ലീഗിന്റെ ആദ്യ ഹീസിനായി ഇപ്പോഴും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിശ്ചലമാവുകയാണ്. വയൽക്കരമയച്ച അഴീക്കോടിന്റെ ചാത്തുർത്തി EMS മുഴക്കി എത്രയോ ചരിത്രങ്ങൾ ഈ മധ്യ കേരളവും വടക്കൻ കേരളത്തിലുമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന 3 വഞ്ചികളത, 3 കളിത്തോണികളത, 3 ചുരുങ്ങൻ വള്ളങ്ങളത കാത്തുകിടക്കുകയാണ്. ആരാകും ചാമ്പ്യൻസ് ട്രോഫി ലീഗ് ബേപ്പൂരിന്റെ കോഴിക്കോടിന്റെ ചക്രവർത്തി? ഹു ഈസ് ദ എംപറർ? ആ ചോദ്യത്തിന് വേണ്ടിയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. ലക്ഷങ്ങളാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ലീഗിന്റെ ആവേശം ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് കാണുക. പഴയ പാലത്തിലും പുതിയ പാലത്തിലും ചാലിയാർ പുഴയുടെ ഇരുകരകളിലും ജനലക്ഷങ്ങളാണ് ഇന്ന് ഈ അന്തരീക്ഷം കാത്തിരിക്കുന്നത്. ഓടാൻ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ഈ കോഴിക്കോട്. ഇന്ന് കോഴിക്കോടിന്റെ ആവേശമായി ചാമ്പ്യൻസ് ട്രോഫി ലീഗ് മാറ്റപ്പെടുകയാണ്. കൽപ്പന്തുകളിലെ നെഞ്ചോട് ചേർത്ത പ്രകൃതി സൗന്ദര്യത്തിന്റെ കൈനകരി കഴിഞ്ഞു, താഴത്തങ്ങാടി കഴിഞ്ഞു, ധർമ്മടം കഴിഞ്ഞു, പിറവം കഴിഞ്ഞു. ഇതാ ബേപ്പൂര് ഇങ്ങ് പിറവക്കിലെത്തി നിൽക്കുമ്പോ ചുരുടൻ വള്ളങ്ങളുടെ ഒന്നാം ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാം ട്രാക്കിൽ വയൽക്കര വഹിച്ച, രണ്ടാം ട്രാക്കിൽ അഴീക്കോട് അച്ഛാൻ നൽകി, മൂന്നാം ട്രാക്കിൽ EMS മുഴക്കിയാണ് കേട്ടോ. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 3 വള്ളങ്ങളും ാന്റെ ആശയമനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? സ്കിൽ സ്റ്റാർട്ട് സംവിധാനമാണ്. ഒരുപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ
പറയുന്നത്. കണ്ടോ, ജലോത്സവ പ്രേമികള് ഇവിടെ ഈ ഫറൂഖ് പഴയ പാലത്തിൽ നിന്നുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കുന്ന കാഴ്ച കണ്ടില്ലേ? എത്ര മനോഹരമാണ്. ആ ഫറൂഖ് പുതിയ പാലത്തിന് സമീപത്ത് നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുതിച്ചു പാഞ്ഞു വരാൻ 3 പേർ ആരൊക്കെയാണ്? ഒന്നാം ട്രാക്കിൽ വയൽക്കര നയിച്ച ക്യാപ്റ്റൻ മഹേഷ് മാമുനിയാണ്. അതിന്റെ മാനേജർ അനൂപ്, അമരത്ത് മനോജ് എം ആണ്, അണിയത്ത് സുമനേഷാണ്. രണ്ടാം ട്രാക്കിൽ അഴീക്കോടൻ അച്ചാതിരുത്തിയാണ്, ക്യാപ്റ്റൻ വിജേഷാണ്, വിജേഷ് കെ പി ആണ്. അതിന്റെ മാനേജർ ദീപേഷാണ്. അമരത്ത് വിജേഷ് അണിയത്ത് സജിരാജാണ്. മൂന്നാം ട്രാക്കിൽ EMS മുഴക്കിയിലാണ്. അതിന്റെ ക്യാപ്റ്റൻ സുനിൽ കുമാറാണ്. അതിന്റെ മാനേജർ M തമ്പാനാണ്. അമരത്ത് മഞ്ചാടിയാണെങ്കിൽ അണിയത്ത് സുബിനാണ്. അങ്ങനെ കണ്ടോ, 3 കൊച്ചു പടക്കുതിരകള് കുതിച്ചു ജലപ്പരത്തിലൂടെ കുതിച്ചു സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അവരിങ്ങോട്ട് പായെടുക്കും, പാഞ്ഞ് കുതിച്ച് പാഞ്ഞു വരും. അങ്ങനെ പടകുതിരകള് പടയോട്ടം നടത്തി പായടിക്കുന്നത് പോലെ പാഞ്ഞു വരാൻ തയ്യാറായി. ആരൊക്കെ? വയൽക്കര വലിച്ചിട്ടും അഴീക്കോടിലും EMS വിടത്തിലും അവിടെ കരാറിൽ നൽകുമ്പോൾ ശേഷം വിവരണത്തിന് അവർക്ക് അച്ചൂർ കോഴിക്കോടിന്റെ ആവേശമായ ഈ കളിത്തോണി വള്ളങ്ങളതാ കാത്തിരിക്കുകയാണ്. കുട്ടികളടക്കം വിദേശികളടക്കം ഈ മത്സരം വീക്ഷിക്കുന്ന സുന്ദരമായ ഒരു നിമിഷം. ലോകമെമ്പാടും ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഈ മത്സരം വീക്ഷിക്കാൻ ചാമ്പ്യൻസ് ആവേശം. ഇന്നിത് കേരളത്തിന്റെ, കോഴിക്കോടിന്റെ, ബേപ്പൂരിന്റെ, ഫറൂഖിന്റെ ആവേശമായി മാറ്റപ്പെടുകയാണ്. ഈ പഴയ ഫലം ചരിത്രത്തിന്റെ ഭാഗമായി നിലനിൽക്കുമ്പോൾ, ചരിത്രത്തിന്റെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുമ്പോൾ, അതേ തലയെടുപ്പോടുകൂടി പറന്നു വരാൻ കാത്തിരിക്കുന്ന വയൽക്കര വൈദ്യയും അഴീക്കോട് നക്ഷാതുരുത്തിയും EMS മുഴക്കിയും ഇനി ആ പോളിൽ സ്റ്റാർട്ടറുടെ വെള്ള പതാക ഉയർന്നാൽ ചാലിയാറിൽ ഒരു ഭൂകമ്പം കണക്കെ പ്രകമ്പനം ചെലുത്തി കടന്നുവരാൻ കാത്തിരിക്കുകയാണ് വയൽക്കര വൈദ്യയും അഴീക്കോട് നക്ഷാതുരുത്തിയും EMS മുഴക്കി. നമുക്കറിയാം, ക്യാപ്റ്റൻ മഹേഷ് മാമുനിയുടെയും അനിൽ കുമാറിന്റെയും നെഞ്ചെടുപ്പിന്റെ വേഗത കൂടിയാണ്. അവർക്ക് മനോജും അടിച്ചു സുമനേഷും വയൽക്കര വൈദ്യത്തിന്റെ ലക്ഷ്യം തേടി നിൽക്കുകയാണ്. കാത്തിരിക്കുകയാണ്. അവർക്ക് വിദേശത്തിന്റെ അണിയത്ത സസിയുടെയും പാവനത മുറുകാൻ പോവുകയാണ്. അവരുടെ ആദ്യവരവ് മഞ്ചാടിയും സുഭിനവത അവരുടെ വള്ളത്തിന്റെ താളഭേദങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വയൽക്കര മനുഷ്യരും ഇതിൽ ഒരു സുന്ദരമായ ദൃശ്യം ഇന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കുക. അത്രമേൽ വിജയകരമായ ചാമ്പ്യൻസ് ട്രോഫിയുടെ മറ്റൊരു പതിപ്പ് ബേപ്പൂരിലേക്ക്, ഫറൂഖിലേക്ക്, കോഴിക്കോടിന്റെ ഈ സുന്ദര നഗരിയിലേക്ക് എത്തുമ്പോൾ അത് കണ്ട് കണ്ണിറയെ ആസ്വദിക്കുവാനെത്തിയിരിക്കുന്ന അവരുടെ ഈ സുന്ദര കാഴ്ച ആസ്വദിക്കാൻ കാത്തിരിക്കുന്നതെന്ന് കാണുക. കേരളത്തിലെ കാണാത്ത ജനലക്ഷങ്ങളുടെ ഒരു ആരവമാണ് പ്രിയ പ്രേക്ഷകരെ. ഇന്ന് ഇവിടെ ഈ ബേപ്പൂരിൽ, ഈ കോഴിക്കോടിൽ, ഈ ഫറൂഖിൽ കാണാൻ സാധിക്കുന്നത് പറഞ്ഞേ മതിയാകും. മാറി നിൽക്കുകയും ഈർക്കോളകളുടെ ലാളനേറ്റുനിൽക്കുന്ന നീലത്താമര പോലെ
ചാലിയാർപുഴയുടെ ലാളനം ഏറ്റുവരുവാൻ കാത്തിരിക്കുന്ന 3 സ്വപ്ന നൗകകളാണ് വയൽക്കര മത്സ്യം അഴീക്കോട് നക്ഷത്രത്തിലും നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോഴും പ്രകടനത്തെ കണ്ടാസ്വദിക്കാൻ താങ്ക് യു മിസ്റ്റർ അജു മേൽപ്പാടം. അങ്ങനെ കാണികൾ ഒന്നടങ്കം ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ചാലിയാർപുഴയിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാഴ്ചയ്ക്ക് വേണ്ടി 2025 ചാമ്പ്യൻ ലീഗ് ഇത് വടക്കൻ കേരളത്തിലെ 2ാമത്തെ മത്സരമാണ്. പട്ടുമൂടിലെ അഞ്ചരക്കട്ടുപുഴയില് ഒന്നിലൂടെ വയൽക്കരമയച്ച ക്യാപ്റ്റൻ മഹേഷ് മാമുനിയുടെ മാനേജർ അനൂപ് കുമാറിന്റെ അമരത്ത് മനോജമും അണിയത്ത് സുമനേഷും തമ്മില് ഇതാ പോർവിളിക്ക് അഴീക്കോട് നക്ഷത്രത്തിനെയും EMS മുഴക്കീലിനെയും വെല്ലുവിളിക്കുമ്പോൾ അഴീക്കോട് നക്ഷത്രത്തിയുടെ ക്യാപ്റ്റൻ വിജേഷ് KP അതാ മാനേജർ ദീപേഷ് അമരത്ത് വിജേഷ് KP അണിയത്ത് സഖിരാജ് അവിടെ പോയിട്ട് എന്തോ രാജകുമാരിയായ ചാലിയാർപുഴ ശാന്തമായി ഒഴുകുകയാണ്. പെരിയാറും ഭാരതപ്പുഴയും പമ്പയും കഴിഞ്ഞാൽ നീളം കൊണ്ട് ഏറ്റവും വലിയ 4ാമത്തെ നദിയാണ്. 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാർപുഴ ഇതാ ശാന്തമായി ഒഴുകുന്ന സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിലുള്ള ഇളംപാടി മലകളിൽ നിന്ന് ചാലിയാർ ഉത്ഭവിക്കുന്നു. അറബിക്കടലിൽ ചെന്നു ചേരുന്നു. കോട്ടയാൽ ചുറ്റപ്പെട്ട കോട്ടയാണ് പിന്നീട് കോഴിക്കോടായി മാറിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും തിറയാട്ടവും കളരിയും അയ്യപ്പവിളക്കും അതുപോലെ തെയ്യത്തിറയും ഒപ്പനയും വടക്കൻ പാട്ടും മാപ്പിളപ്പാട്ടും ഒക്കെ കൊണ്ട് സമ്പന്നമായ കോഴിക്കോട് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഫറോക്ക് പഴയപാലത്തിൽ കാണികളോടൊപ്പം ജലോത്സവ പ്രേമികളോടൊപ്പം സമയം ചിലവഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ വിശ്വസരഹിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് അതുപോലെ
ഇന്ത്യയിലെ യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന് വിളിച്ച കോഴിക്കോട്, കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ലയായ കോഴിക്കോട്, കേരളത്തിന്റെ തലസ്ഥാനമായ കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് സമൃദ്ധമാണ്, ചരിത്രം കൊണ്ട് സമ്പന്നമാണ്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ വാസ്കോ ഡ ഗാമയുടെ ലാൻഡിംഗ് സൈറ്റായ കാപ്പാട് ഈ കോഴിക്കോട്. നമ്മുടെ പ്രിയപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവരുകള് ഈ ജലോത്സവം വീക്ഷിക്കാനെത്തിയ നൂറുകണക്കിന് ജലോത്സവ പ്രേമികൾ നിൽക്കുന്ന ഈ ഫറൂഖ് പഴയ പാലത്തിൽ ആ ജലോത്സവ പ്രേമികളോടൊപ്പം സംവദിക്കുന്ന കാഴ്ച. PA മുഹമ്മദ് റിയാസ് പ്രിയപ്പെട്ട മന്ത്രി, നമ്മുടെ ടൂറിസം മന്ത്രി ആ ജലോത്സവ പ്രേമികളോടൊപ്പം ചെലവഴിക്കുന്ന സുന്ദരമായ കാഴ്ചയ്ക്ക് ഈ പാലം വേദിയാവുകയാണ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റില് വഹിച്ചയും അഴീക്കോട് വെച്ചാണ്ടിയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഷാജേസിന്റെ വെടിവെച്ചകത്താൻ നല്ല ഒഴുക്കുള്ള അടിയടികൊണ്ട് പ്രസിദ്ധമായ ദുരൂഹതകളും നിഗൂഢതകളും നിറഞ്ഞിരിക്കുന്ന ചാലിയാർപ്പുഴയിലാണ്. ഇവിടെ ഇതാ 3 ഈ പ്രദേശത്തുള്ള നമുക്കറിയാം പ്രേമികളുടെ ആവേശമായ 3 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നല്ല രസമാണ് ബാക്കി അയ്യടാ പോയടാ ആർപ്പോ അയ്യോ എന്ന ദ്രുതതാളത്തിലേക്ക് മത്സരം മാറും. ഇപ്പം കരപ്പുറത്ത് മത്സര ലഹരിയാണ്, തിരപ്പുറത്തും മത്സര ലഹരിയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈണം ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഒഴുക്കി വിടാൻ പോവുകയാണ്. വഞ്ചിപ്പാട്ട് എന്നൊരു കാവ്യ പ്രസ്ഥാനം മലയാള സാഹിത്യത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാളത്തിൽ കൊല്ലവർഷം 910 മുടക്കിയാണ്. അതിനുശേഷമാണ് രാമപുരത്തുവാരില് കുചേരവൃത്ത വഞ്ചിപ്പാട് എഴുതിയത്. രാമപുരത്തുവാരില് കുചേരവൃത്ത വഞ്ചിപ്പാട് എഴുതിയത് കൊല്ലവർഷം 927 ശേഷമാണ്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ കിരാത വഞ്ചിപ്പാട്ട്, രാമപുരത്തുവാരുടെ കുചേരവൃത്ത വഞ്ചിപ്പാട്ട്, ഇതുകൂടാതെ ഒത്തിരി വഞ്ചിപ്പാട്ടുകൾ മലയാള സാഹിത്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഭീഷ്മപർവം, സന്താന ഗോപാലം, പാഠസാരഥി വർണ്ണനം, ബാണയുദ്ധം, അങ്ങനെ ഒത്തിരി വഞ്ചിപ്പാട്ടുകൾ കൊണ്ട് സമൃദ്ധമാണ്, സമ്പന്നമാണ് മലയാള സാഹിത്യം. വഞ്ചിപ്പാട്ടിന്റെ രാഗതാളക തരംഗങ്ങള് ഈ ഫറൂഖിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോ അതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി 3 ജലചക്രവർത്തിമാർ. ഈ പ്രദേശത്തിലെ ജലോത്സവ പ്രേമികളുടെ ആഘോഷമായ ആരവങ്ങളായ 3 പേർ ആരൊക്കെയാണ്? വയൽക്കര വൈച്ചിയും അഴീക്കോട് ചാതുരത്തിയും EMS വിളക്കിയിലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അതാ പങ്കെടുക്കാൻ തയ്യാറായിരിക്കുമ്പോൾ ശേഷങ്ങളാക്കിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2025 ബേപ്പൂരിന്റെ കോഴിക്കോടിന്റെ ആവേശമായ ആ ഹീറ്റ്സ് ഒന്നിന്റെ സ്റ്റാർട്ടിങ്ങിനായി തയ്യാറെടുത്തു നിൽക്കുകയാണ് വയൽക്കര വൈച്ചയും അഴീക്കോട് നക്ഷാതുരത്തിയും. EMS മുഴക്കിലും യെസ് ഓൾ സെറ്റ്. സോ ഹീറ്റ്സ് 1 ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വയൽക്കര വൈച്ച ചാക്കുണ്ടി ഫാക്ടറി അഴീക്കോട് നക്ഷാതുരത്തി ആൻഡ് ഇൻ ടോപ്പ് 3 EMS മുഴക്കി 3 ലക്ഷത്തിന്റെ ചരിത്രങ്ങൾ അവകാശപ്പെടുന്ന വയൽക്കര വൈച്ചിയാകുമോ, അഴീക്കോടൻ അച്ചാത്തുരുത്തിയാകുമോ, EMS മുഴക്കിയാകുമോ? അതാ കോഴിക്കോടിന്റെ സംഗീതമുണ്ട്, വള്ളങ്ങളുടെ ഒരൽപ്പം പിന്നിലേക്ക് പോയോ? ഇല്ല, വിടാതെ പിടിക്കുകയാണ് വയൽക്കര വൈച്ചയും
അഴീക്കോട് മെച്ചോത്തുരുത്തിയും EMS മുഴക്കിയും പക്ഷേ രണ്ടാം ക്ലാസ്സിലെ അഴീക്കോടൻ അക്ഷാസുരുത്തി അഴീക്കോടൻ അക്ഷാസുരുത്തി ലീഡിലേക്ക് വരുന്ന സുന്ദരമായ കാഴ്ച അവസാന കൂടപ്പോൾ ഓവർ ജോഡി എതിരെ നന്ദി ശ്രീ ചമ്പക്കുളം ജോളി എതിരേറ്റ് സുരടക്കൊല്ലങ്ങളുടെ രണ്ടാം മത്സരം ക്യാപ്റ്റൻ KP രമേശൻ, മാനേജർ സുരേഷ് മംഗലശ്ശേരി, അമരത്ത് KP കൃഷ്ണൻ, അണിയത്ത് നിവേദ്. രണ്ടാം ട്രാക്കിൽ കൃഷ്ണപിള്ള കാവൂർ, ക്യാപ്റ്റൻ കമ്മ്യൂണിക്കേഷൻ മാനേജർ അമരത്ത് സുജിത്, അണിയത്ത് സുരേഷ്, മൂന്നാം ട്രാക്കിൽ ഫൈറ്റിംഗ് സ്റ്റാർ കുച്ചേൽ, ക്യാപ്റ്റൻ അനിരുദ്ധൻ, മാനേജർ പ്രദീപൻ കെ, അമരത്ത് വിനു ജോണി ജോജി, അണിയത്ത് ജിസു. അങ്ങനെ പരിചയസമ്പന്നരായ ക്യാപ്റ്റന്മാരെ ഒന്നാം തുടക്കാവുന്ന നവോദയ മംഗലശ്ശേരിയും കൃഷ്ണപിള്ള കാവുശ്ശേരിയും ഈ ചാരിയിലൂടെ പാലെടുക്കാൻ എഴുതുകയാണ്. റോഡ് വ്യവസായത്തിന് പേര് കേട്ട ഈ കോഴിക്കോട് ഓട്ട് കമ്പനികളുടെ പുറംകുഴലുകൾ ഈ ഫറൂഖിൽ ഉയർന്നു നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫറൂഖ് പുതിയ പാലത്തിനടുത്ത് നവോദയ മംഗലശ്ശേരിയും കൃഷ്ണപിള്ള കാവുശ്ശേരിയും ഫൈറ്റിംഗ് സ്റ്റാർ കുറ്റിവയലും ഇതാ തയ്യാറെടുപ്പ് നടത്തുകയാണ്. കേരളത്തെ ദൈവത്തെ
ഫലപുഷ്ടിയുടെ മടിത്തട്ടാണ് ഈ കേരളം. 41 നദികള് സഖ്യപർവ്വതത്തിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പ്രവേശിക്കുമ്പോൾ എത്തിച്ചേരുമ്പോൾ 3 നദികള് കബനിയും ഭവാനിയും പാമ്പാറും കിഴക്കോട്ടൊഴുകുകയാണ്. അങ്ങനെ 44 നദികൾ സമ്പന്നമാക്കുന്ന ഈ ജലസമൃദ്ധി പ്രതിമാറിൽ അതിന്റെ ഭാഗമായ ഈ ചാലിയാർ പുഴയിൽ 2ാം ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് 1ാം ട്രാക്കിൽ നവോദയ മംഗലശ്ശേരി, 2ാം ട്രാക്കിൽ കൃഷ്ണപിള്ള താമസിച്ച, 3ാം ട്രാക്കിൽ ഫൈറ്റിംഗ് സ്റ്റാർ കുറ്റിവയല്. അങ്ങനെ KP രമേശനും കുഞ്ഞികൃഷ്ണൻ ജിയും അനിരുദ്ധനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം ആരംഭിക്കാൻ പോകുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റില് സ്റ്റാർട്ടേഴ്സിന്റെ ആദ്യ ഭാഗത്ത് 3 ജലചക്രവർത്തിമാര് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവേശമായ 3 ജലചക്രവർത്തിമാര് ആരൊക്കെയാണ്? നവോദയ മംഗലശ്ശേരി, 2ാം ട്രാക്കിൽ കൃഷ്ണപിള്ള താമസിച്ച, 3ാം ട്രാക്കിൽ ഫൈറ്റിംഗ് സ്റ്റാർ കുറ്റിവയല്. അങ്ങനെ നവോദയ മംഗലശ്ശേരി KP രമേശന്റെ ക്യാപ്റ്റൻസിയിൽ തുടങ്ങുമ്പോൾ അതിന്റെ മാനേജർ സുരേഷ് മംഗലശ്ശേരിയാണ്. അതിന്റെ അമരത്ത് KP കൃഷ്ണനാണ്, അണിയത്ത് നിവേദാണ്. കൃഷ്ണപിള്ള താമസിച്ച, അതിന്റെ ക്യാപ്റ്റൻ കുഞ്ഞികൃഷ്ണൻ ജിയാണ്. അതിന്റെ മാനേജർ മധുസൂദനൻ ആണ്. അമരത്ത് സുജിത് പിസിയാണ്, അണിയത്ത് സൂരജ് സിയെയാണ്. ഫൈറ്റിംഗ് സ്റ്റാർ കുറ്റിവയലാണ് 3ാം ട്രാക്കിൽ. അതിന്റെ ക്യാപ്റ്റൻ അനിരുദ്ധ് M ആണ്. അതിന്റെ മാനേജർ പ്രദീപ് കേലിയാണ്. അതിന്റെ അമരത്ത് റിനു റോസിയാണെങ്കിൽ അതിന്റെ അണിയത്ത് ജിഷ്ണുവാണ്. അങ്ങനെ അവര് തകർത്തടിച്ചു വരാം. ഇവിടെ തകർത്ത് തരിപ്പണമാക്കാം. പരസ്പരം ഇതാ ഇരവേളകൾ വള്ളംകളി എന്ന് പറയുന്നത് വെറും ഒരു മത്സരം മാത്രമല്ല. മനസ്സും ശരീരവും ചിട്ടപ്പെടുത്തി ഓട്ടത്തിലേക്ക് പോകുന്ന പഴയ അംഗച്ചേരന്മാരുടെ അതേ ഈ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നോക്കണം. രാജീവ്